ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വേറെ കുറച്ച് വിഭവങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് എരിശ്ശേരി, അതുപോലെ അവിയൽ, പിന്നെ നമുക്ക് ഉണ്ണിക്കാമ്പിൻ്റെ ഉപ്പേരി ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. എല്ലാം സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നും പറയുന്ന പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിയലിന് വേണ്ട സാധനങ്ങൾ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും. നമ്മളിവിടെ പടുവലങ്ങ, വെള്ളരി, മുരിങ്ങക്കായി, അതുപോലെ ചേന, പയർ, ബീൻസ്, പച്ചക്കായ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചട്ടിയിലാണ് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കാരണം അത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് പറയാൻ മറന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്യാരറ്റ് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ ഇത് വേവിക്കാൻ വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് നമ്മളിതിന് നമ്മൾ ഇങ്ങനെ ചട്ടകമൊക്കെ വെച്ചിട്ട് ഇളക്കരുതിട്ട്. ഒരുപാട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അതുകൊണ്ട് അതിനങ്ങനെ വേവിക്കാൻ വയ്ക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ, അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ട്രിൻ അങ്ങനെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് നമ്മൾ തൈരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുപ്പിലിതാ നമ്മുടെ കഷ്ണം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വന്നത് നമ്മൾ എങ്ങനെയാണ് ഇളക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെയാണ് ഇളക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇളക്കുമ്പോൾ ഈ കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇളക്കേണ്ടതെന്നാണ്. പക്ഷേ നമുക്ക് ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഐഡിയ പോലെ ആലോചിക്കണം. അപ്പോൾ നമ്മുടെ ഏകദേശം കഷ്ണം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം വീണ്ടും നമ്മൾ ചട്ടകം ഉപയോഗിക്കാതെ തന്നെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വരയ്ക്കും നമുക്ക് ഇങ്ങനെ വെക്കേണ്ടത്. ഇനി നമ്മൾ കുറേശ്ശെ ചട്ടകങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നുണ്ട്. തേങ്ങ ഇടാൻ പോകണ്ട. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച തേങ്ങകളൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അവിയൽ ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ്, അതുപോലെ പുളിയൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പും പുളിയൊക്കെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പുളി കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് തൈരും ഒക്കെ ഉപ്പും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും നമ്മൾ ഇട്ടിട്ട് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുക. അത് വറവിടില്ല കേട്ടോ അവിയൽ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പച്ചക്കായും ചേനയും എരിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ പരിപ്പ് ഇട്ടിട്ടാണ് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചക്കായി, ഇത് നമ്മുടെ ചേനയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ചതുരത്തിൽ പോലെ അങ്ങനെയാണ് കേട്ടോ നമുക്ക് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കേണ്ടത്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേനയൊക്കെ നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പരിപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ചേന, പച്ചക്കായി ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കുറച്ച് അതിന് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിനെ വേഗം നമ്മൾ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. കുക്കറിൽ നമ്മൾ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ നമ്മളിതിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നമ്മൾ പിന്നെ ആവശ്യത്തിന്, അതുപോലെ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് നന്നായി നമ്മൾ വേവിക്കാൻ വയ്ക്കും. പിന്നെ ഇത് നമ്മൾ എരിശ്ശേരി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം നമ്മളിതിലിടുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല അരയാതെ, എന്നാലും അരയും വേണം. അങ്ങനത്തെ ഒരു പരുവത്തിൽ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. ഇതൊരു നമ്മൾ ഒരു 10-40 പേർക്കുള്ള ഭക്ഷണമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 തേങ്ങയാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ. വറുക്കാൻ വേണ്ടി നമ്മൾ 1 തേങ്ങ വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 തേങ്ങ ഈ പരുവത്തിലാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഏകദേശം കുക്കറിൽ നിന്നായി. അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ തന്നെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ആ തേങ്ങ നമ്മൾ അതിലേക്ക് കലക്കാൻ സമയം കൊണ്ട് ഇവിടെ നമ്മൾ വേറൊരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കിതിലേക്കുള്ള തേങ്ങ വറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ വേറൊരു അടുപ്പിൽ നമ്മളിത് തേങ്ങ ഇടുകയാണ് കേട്ടോ. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. തിളയ്ക്കുമ്പോൾ നമ്മൾ കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഇപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ അത് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ തേങ്ങ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറാവുന്നവരെ ഉണ്ടാവട്ടെ. അപ്പോൾ നോക്കി നോക്കിയോ, ഞങ്ങൾ ഇതേപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. ഞാൻ ക്യാമറ നല്ല അടിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അതൊരു കുറച്ച് കറുപ്പ് കളറായ പോലെ, പക്ഷേ കറുപ്പ് കളറില്ല കേട്ടോ. നല്ല ബ്രൗൺ കളറാണ്. നമ്മുടെ ഫോണിൻ്റെ ഒരു
പ്രശ്നം എന്ന് പറയാം, ക്യാമറൻ്റെ ഒരു ഇത് തന്നെ പറയാം. പിന്നെ നമ്മൾ ഉണ്ണിക്കാമ്പിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ഉണ്ണിക്കാമ്പ് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ എണ്ണയും കടുകും കുറച്ച് വറമുളകും ഇട്ട് അതിലേക്ക് നമ്മൾ ഇത് ഉണ്ണിക്കാമ്പ് മുറിച്ച് അതിലേക്ക് ഇട്ടു. മുറിച്ച് അതാണ്ട് അതുപോലെ നമ്മൾ വറവിട്ട് ആ ചട്ടിയിൽ തന്നെ ഇട്ട് നമ്മൾ കുറച്ച് കരിവേപ്പിലേക്ക് ഇട്ട് നമ്മൾ തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ ഒതുക്കിയിട്ട്, തേങ്ങ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിലാണ് 2 വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒതുക്കിയിട്ട് നമ്മൾ ഇതിലിടുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ.